നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 നവംബർ മാസം 30 ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് തട്ടിപ്പുകാരുടെ ഫോൺ കോളുകൾ എടുക്കരുത്. SMS അല്ലെങ്കിൽ വോയിസ് കോളുകൾ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിലെ ഉപഭോക്തൃ സുരക്ഷ ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. +91 എന്ന നമ്പറിൽ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്നുള്ള കോളുകളുടെ ആധികാരികതയെക്കുറിച്ച് SBI ഉപഭോക്താക്കൾക്ക് അവബോധം നൽകാൻ ഒരു വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി സംശയങ്ങളില്ലാതെ SBIയുമായി സംവദിക്കാൻ കഴിയുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. 1600 സീരീസിൽ ആരംഭിക്കുന്ന ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാവൂ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് ജനുവരി മാസങ്ങളിൽ എല്ലാ ബാങ്കുകളോടും നിയന്ത്രിത സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ കോളുകൾ മാത്രം 140 നമ്പർ സീരീസ് ഉപയോഗിക്കാൻ RBI അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ SMS അല്ലെങ്കിൽ വോയിസ് കോളുകൾ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കൾക്ക് കഴിയും. +91 എന്ന നമ്പറിൽ തുടങ്ങുന്ന ഒരു നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു കോൾ ലഭിക്കുന്നതെങ്കിൽ അത് യാഥാർത്ഥവും നിയമാനുസൃതമായ കോളാണെന്ന് ഉറപ്പ്. ഇടപാട് സംബന്ധമായതും സേവനവുമായി ബന്ധപ്പെട്ടതുമായ കോളുകൾക്കാണ് ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത്. ഇത് തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കൂ എന്ന് SBI Xൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഉപഭോക്തൃ കോളുകൾക്കായി SBI ഉപയോഗിക്കുന്ന ഔദ്യോഗിക നമ്പറുകൾ ഇനി പറയുന്നവയാണ്: 1600 01 8000, 1600 01 8003, 1600 01 8006, 1600 11 7012, 1600 11 7015, 1600 1 8001, 1600 01 8004, 1600 01 8007, 1600 11 7013, 1600 00 13 51, 1600 01 8002, 1600 01 8005, 1600 11 7011, 1600 01 7014, 1600 10 0021 എന്ന നമ്പറുകളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്: നിയമലംഘനത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവ ബ്ലോക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറുകൾ വിച്ഛേദിക്കാനായി കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം, അതായത് DIP ആരംഭിച്ചു. നിലവിൽ വിവിധ പ്ലാറ്റ്ഫോമുകൾ സൈബർ നിയമലംഘനത്തിന്റെ പേരിൽ ചില നമ്പറുകൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ഇതേ നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പുകാർ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ വെട്ടിപ്പ് തുടരുകയാണ് പതിവ്. ഇത് തടയാനായി ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് DIP ആരംഭിച്ചിരിക്കുന്നത്. തട്ടിപ്പിൽ ഉൾപ്പെട്ട നമ്പറുകൾ തങ്ങളുടെ ഉപഭോക്താക്കളുടെ പട്ടികയിലുണ്ടോ എന്ന് ബാങ്കുകൾക്കും മറ്റും പരിശോധിക്കാൻ സാധിക്കും. സമൂഹ മാധ്യമങ്ങൾ, വാലറ്റ് കമ്പനികൾ, പോലീസ്, IRCTC അടക്കമുള്ള ഏജൻസികൾക്ക് തട്ടിപ്പുകൾ ഉൾപ്പെട്ട നമ്പറുകൾ DIPയിൽ അറിയിക്കാം. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും പൊതുജനങ്ങൾക്ക് കേന്ദ്രത്തെ അറിയിക്കുവാനുള്ള ചക്ഷു എന്ന പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നിർവഹിച്ചത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമുകൾ ഇനിയും സമർപ്പിച്ചിട്ടില്ലാത്തവർ ഈ ഞായറാഴ്ചയ്ക്ക് മുൻപ് അപേക്ഷകൾ നൽകിയില്ല എങ്കിൽ ഡിസംബർ 9 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകൾ ഉൾപ്പെടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അവകാശം ഉറപ്പാക്കുന്നതിൽ ആർക്കും വീഴ്ച വരുത്തരുതെന്നും ഫോം സമർപ്പിക്കുവാനുള്ള അവസാന അവസരം ഈ ഞായറാഴ്ചയാണെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോമുകൾ സമർപ്പിക്കാത്ത വോട്ടർമാർക്ക് ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. BLOമാർ, BLAമാർ, കുടുംബശ്രീ പ്രവർത്തകർ, വില്ലേജ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ക്യാമ്പുകൾ. അപേക്ഷ നൽകുവാനുള്ള ഫോമുകൾ ഈ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നതിനും പൂർത്തിയാക്കിയവ സമർപ്പിക്കുന്നതിനും ഈ ഒരു മെഗാ ക്യാമ്പുകൾ സഹായകരമാകും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ പരിഷ്കരണ പ്രക്രിയയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.